നമസ്കാരം. ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. ആരാണ്? കാട്ടുശ്യാം. കാട്ടുശ്യാം എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവന്മാരിലെ ഭീമൻ്റെയും പിന്നെ ഹിഡുംബ രാക്ഷസൻ്റെ പെങ്ങളായ ഹിഡുംബയുടെയും മകനായ ഘടോത്കജിൻ്റെയും മോർവിയുടെയും പുത്രനാണ് ബർബറിക്. ഓക്കെ, ബർബറിക് ജനിച്ചപ്പോൾ തന്നെ ഭയങ്കര കഴിവായിരുന്നു, ശക്തിയായിരുന്നു. പറയുന്നത് ജനിച്ച സമയത്ത് തന്നെ സ്വർഗലോകത്തുനിന്ന് പൂക്കൾ വീഴുകയും നദികൾ ഇളകി മറിഞ്ഞ് സന്തോഷത്തോടെ ഒഴുകുകയും പൂക്കളും പുഷ്പങ്ങളും വിരിയുകയും പക്ഷിമൃഗാദികൾ സന്തോഷിച്ച് നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഒരു ഒരു പ്രതിഭ, ഒരു ശക്തിമാനായ ഒരാളായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ഒരിക്കൽ പിന്നെ അങ്ങനെ വളർന്നുകൊണ്ടിരുന്ന സമയം ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അന്ന് ജനിച്ചപ്പം മുതലേ കുഞ്ഞിലേ തൊട്ട് ഓരോ അത്ഭുതങ്ങൾ ബർബറിക് കാണിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് ബർബറിക്കിനെ ധനോർവിദ്യ അഭ്യസിക്കാനായിട്ട് വിടുകയും അങ്ങനെ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് അതായത് ധനോർവിദ്യ, അമ്പുമില്ലും അതിൻ്റെ എല്ലാ പാഠം പഠിച്ചതിന് ശേഷം വരികയും ഒരിക്കൽ പിന്നെ ബർബറിക്കിൻ്റെ അമ്മ ചോദിച്ചു, നീ പുത്ര, നീ ആരെയാണ് നീ സഹായിക്കാൻ ആഗ്രഹിക്കുന്നത്? നീ എങ്ങനെയുള്ള നീ മനുഷ്യരെയാണ് സഹായിക്കാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ഈ വിദ്യ കൊണ്ടെന്ന് പറയുമ്പോൾ പറയും, ഞാൻ ന്യായത്തിന് വേണ്ടി പോരാടാനാണ് എനിക്കിഷ്ടമെന്ന് പറയുന്നു. അപ്പോൾ പറയില്ല, ന്യായത്തിന് വേണ്ടി അതേപോലെ ജയിക്കുന്നവരുടെ നല്ല കഴിവുള്ളവരോട്. അപ്പോൾ പറയും, മോനെ പുത്ര, നീ തോൽക്കുന്നവരുടെ കൂടെ, അതായത് ബലഹീനതയുള്ളവരുടെ കൂടെ നിൽക്കണം. ജയിക്കുന്നവർക്ക് എന്തിനാണ് സഹായം? തോൽക്കാൻ പോകുന്നവർക്കല്ലേ സഹായത്തിൻ്റെ ആവശ്യം. അപ്പം നീ അവരുടെ കൂടെ നിൽക്കണമെന്ന് പറയും. അങ്ങനെ വാക്ക് കൊടുക്കും. ശരി അമ്മേ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ പഠിച്ചിട്ടെല്ലാം വന്ന ആ സമയത്ത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോകുന്നത് ബർബറിക്ക് അറിയുകയും ആ യുദ്ധത്തിൽ ചേരണമെന്ന്, ആ പങ്കാളിയാവണമെന്ന് ബർബറിക്കിന് ആഗ്രഹവുമുണ്ടായി. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ വരികയായിരുന്നു കുരുക്ഷേത്രത്തിലേക്ക്. വന്നപ്പം വഴിയിൽ ഒരു വൃദ്ധ ബ്രാഹ്മണൻ ബർബറിക്കിനെ കാണുകയും ചോദിച്ചു, ഈ യുവാവേ, നീ എങ്ങോട്ടാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കിടാൻ പോവുകയാണ്, അത് കാണാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ പറയും, ശരി, അങ്ങനെ അവിടെ പോകണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യർക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല, പോരാടാ എന്ന് പറയുമ്പോൾ പറയും, എനിക്ക് എല്ലാ കഴിവുകളുമുണ്ട്, എനിക്ക് ആദിശക്തിയിൽ നിന്ന്, ശിവനിൽ നിന്ന് എനിക്ക് അനുഗ്രഹം വരം കിട്ടിയിട്ടുണ്ട്, അതെങ്ങനെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അപ്പോൾ പിന്നിലത്തെ വില്ല് കാണിക്കുക, ഈ 3 ബാണങ്ങൾ എനിക്ക് ദേവി ആദിശക്തി ഭഗവാൻ അനുഗ്രഹിച്ച് തന്നതാണെന്ന് പറയാൻ. അപ്പോൾ പറയും, ശരി എന്നാൽ ഓക്കെ, നീ ഇവിടെ നിൽക്കുന്ന വൃക്ഷം കണ്ടോ? ഈ വൃക്ഷത്തിലെ ഇലകളെല്ലാം ഒന്നും വിടാതെ നിനക്ക് ഇതിനെ ഇല്ലാതാക്കണം എന്ന് പറയും. അന്നേരം പറയും, ശരി എന്ന് പറയും. എന്നിട്ട് പറയും, ഈ എൻ്റെ ആദിശരം. അപ്പോൾ ചോദിക്കും, ഓരോ ബാണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ പറയും, ഈ ഒരു ബാണം എനിക്ക് ഏത് ഇലകളാണോ കളയേണ്ടത്, ഇതിൽ നിന്ന് പൊഴിക്കേണ്ടത്, അതിനെ പോയി ചിഹ്നം ചെയ്യും എന്ന് പറയും. എന്നുവെച്ചാൽ അതിൽ പോയി കുത്തു വീണ് അത് തിരിച്ച് എൻ്റെ ഇതിൽ തന്നെ വില്ല് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ തന്നെ പുറയിലുള്ളത് വീഴും. എന്നിട്ട് പിന്നെ രണ്ടാമത്തേത് അത് ചെന്നിട്ട് ഈ കിഴിച്ച് ഇങ്ങനെ ഓട്ടയിട്ട് വെച്ചിരിക്കുന്നത്, ചിഹ്നം ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഇല്ലാതാക്കും, നഷ്ടപ്പെടുത്തുമെന്ന് പറയും. എന്നിട്ട് മൂന്നാമത്തേത് അന്നേരം പറയാം, അതുകൊണ്ട് എനിക്ക് വേണേ ഈ ലോകം മുഴുവൻ നഷ്ടമാക്കാനുള്ള ശക്തിയുണ്ട് ആ ബാണനെന്ന് പറയും. ഇല്ല എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മിത്രത്തെയോ സഹയോഗിയോ ഞാൻ ആഗ്രഹിക്കുന്നവരെ ഇല്ലാതാക്കാനുള്ളതാണ് ആ ബാണെന്ന് പറയും. അപ്പം അന്നെങ്കിൽ കൃഷ്ണൻ പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തേത് ഞാൻ പറഞ്ഞ പോലെ ഓട്ട ഇടുകയും രണ്ടാമത്തേത് ഇലകളെല്ലാം പൊഴിക്കുകയും. അപ്പോൾ ആ വൃദ്ധൻ ചോദിച്ചു, നീ ഈ ഇലകളെല്ലാം നീ പൊഴിച്ചോ? ഒന്നും ബാക്കിയില്ലല്ലോ എന്ന്. അപ്പോൾ അതിന് മുന്നേ ഈ വൃദ്ധൻ അവിടെ കിടന്ന ഒരു ഉണങ്ങിയ ഇല ഉണ്ടായിരുന്നു, ആ ഇലയിൽ കാല് വെച്ചായിരുന്നു. അപ്പോൾ ആ ഇല അപ്പം പറയും, അതെ,
വെച്ചു എന്ന് പറയും. എന്നിട്ട് പറയും അങ്ങ് കാലൊന്ന് പൊക്കിക്കെന്ന് പറയും. ചോദിക്കത്തില്ലേ എല്ലാ ഇലകളും കഴിഞ്ഞെന്ന് പറയും അങ്ങൊന്ന് കാല് പൊക്കിക്കെന്ന് ചോദിക്കും. അങ്ങയുടെ ചരണം ഒന്ന് പൊക്കിക്കെന്ന് പറയും. അന്നേരം ആ ഇല കാണും അതിൽ ഓട്ട വീണിട്ടുണ്ട്. അപ്പോൾ പറയും കൃപയാ അങ്ങയുടെ ചരണം മാറ്റുക, ഇല്ലെങ്കിൽ എനിക്ക് ആ പാപമേക്കും, അങ്ങയുടെ ചരണം ഛേദിക്കപ്പെടുമെന്ന് പറയും. അങ്ങനെ കാല് പൊക്കി മാറ്റുക. ആ സമയത്ത് ബർബറിക്കിന് തോന്നി ഇതൊരു സാധാരണ മനുഷ്യനല്ലെന്ന്. അങ്ങനെ പറയും പ്രഭു ആരാണെന്ന് പറയാൻ പറയുമ്പം കൃഷ്ണനായിട്ട് വരികയും ചെയ്യും. അപ്പം ക്ഷമ ചോദിക്കും. എന്നിട്ട് ആ ഇലയും ഛേദിക്കപ്പെടും. അന്നേരം പറയും എനിക്ക് യുദ്ധത്തിൽ പങ്കാളിയാവണമെന്ന് പറയുമ്പോൾ പറയും ശരി. അപ്പം തന്നെ നിനക്ക് ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ പറയും തോൽവി ആരുടെ കയ്യിൽ, തോൽവി സംഭവിക്കുന്നത് ആർക്ക്, അവരുടെ കൂടാന്ന് പറയും. അപ്പം തന്നെ കൃഷ്ണന് മനസ്സിലായി, കൃഷ്ണൻ അറിയാമല്ലോ ആദ്യമേ തൊട്ട് ഭഗവാനല്ലേ, കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണൻ പറയും തോൽവി ആരുടെ കൂടെ ബർബറിക്കുണ്ടോ അവരായിരിക്കും ജയിക്കുന്നത്, ധർമ്മയുദ്ധമാണിത്. അപ്പം അഥവാ കൗരവരുടെ കൂടെ നിൽക്കുമ്പം പാണ്ഡവർ തോക്കുവാണെങ്കിൽ വീണ്ടും പാണ്ഡവരിലോട്ട്, പിന്നെ തോൽവി ആകുമ്പോൾ പാണ്ഡവരിലോട്ട് വരും. എങ്ങനെയായാലും 1-2 പേര് പാണ്ഡവരിലേതും നഷ്ടമാവും എന്ന് അങ്ങനെ കൃഷ്ണൻ വിചാരിക്കും. അങ്ങനെ പറയും ശരി പങ്കാളിയാകുന്നതിന് മുമ്പ് യുദ്ധത്തിൽ പങ്കിടുന്നതിന് മുമ്പ് ദാനം ചെയ്യണമല്ലോ എന്ന് പറയും. അന്നേരം പറയും എന്താണ് വേണ്ടത് പ്രഭു പറഞ്ഞോളാം പറയും. അപ്പോൾ പറയും നിൻ്റെ ശിരസ് വേണമെന്ന് പറയും. അന്നേരം പറയും ശരി തരാം. പറയും എനിക്കൊരു അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഈ യുദ്ധം കാണണം പ്രഭു എന്ന് പറയും. അപ്പോൾ പറയും ശരിയെന്ന് പറയും. അങ്ങനെ ബർബറിക്ക് തന്നെ തൻ്റെ ശിരസ് കട്ട് ചെയ്യുകയും കൃഷ്ണൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൃഷ്ണൻ പറയും ഇത് ശരി. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു പർവ്വതത്തിൻ്റെ മേലെ ഇത് വെക്കും. എന്നിട്ട് പറയും നിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കും, നിൻ്റെ തലയിൽ ജീവനുണ്ട്, നിനക്ക് ഈ യുദ്ധം മുഴുവൻ കാണാമെന്ന് പറയും. അങ്ങനെ കുരുക്ഷേത്രത്തിലെ യുദ്ധം കഴിഞ്ഞു. 18 ദിവസം കഴിഞ്ഞപ്പോൾ ബർബറിക്കിനോട് ചോദിച്ചു, ബർബറി ആണെങ്കിൽ നീ ഈ യുദ്ധം കണ്ടോ, ആരാണ് ജയിച്ചത്, ആരാണ് പങ്കിട്ടത് ഇതിൽ എന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ ആരെയും കണ്ടില്ല പ്രഭു, ഞാൻ കണ്ടത് കേവലം അങ്ങയുടെ സുദർശന ചക്രവും അങ്ങയെ മാത്രമാണ്, വധിച്ചതും അങ്ങ് വധിക്കപ്പെട്ടതും അങ്ങാണെന്ന് പറയും. അങ്ങനെ പറയും. അപ്പം പറയും നീ സത്യം കണ്ടിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ പറയും ഞാൻ ഇന്ന് അനുഗ്രഹിക്കുന്നു നിന്നെ, ഞാൻ എൻ്റെ പേരായ ശ്യാം എന്ന പേര് നിനക്കിടുകയും നിന്നെ കാട്ടു ശ്യാം എന്ന് ലോകം അറിയപ്പെടുകയും ചെയ്യും. നീ ഇവിടെ വേണം, നീ കലിയുഗത്തിലെ ജനങ്ങളെ കാത്തുകൊള്ളാൻ വേണ്ടി നീ ഇവിടെ വേണമെന്നും പറയും. അങ്ങനെയാണ് കാട്ടുശ്യാം ആയത്. ബർബറിക് എന്ന ഭീമന്റെ മകൻ കാട്ടുശ്യാമായതും അങ്ങനെ രാജസ്ഥാനിൽ ഒരിടത്ത്, അതിൻ്റെ കഥ വേറെയാണ്, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്പലം പണിഞ്ഞത്. എന്നാലും ആരാണെന്നാണ് ഞാൻ പറയുന്നത്, എൻ്റെ വീഡിയോ നീണ്ടുപോകും. രാജസ്ഥാനിൽ ഒരിടത്ത് രാജാവ് ചൗഹാൻ എന്ന് പറയുന്ന ഒരു ചൗഹാൻ എന്ന് പറയുന്ന രാജാവ് സ്വപ്നത്തിൽ കാട്ടുശ്യാം വരികയും ഒരിടത്ത് പറയുന്നത് കൃഷ്ണനാണ് വരുന്നതെന്നൊരു ബുക്കിൽ ഞാൻ വെച്ചു. അപ്പോൾ വരികയും അമ്പലം പണിയണമെന്ന് പറയുകയും അമ്പലം പണിയുകയും ചെയ്തു. ഇപ്പോൾ അവിടെ കോടിക്കണക്കിന് ആൾക്കാരാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. പറയുന്നത് കാട്ടുശ്യാം ബാബ, കാട്ടുശ്യാം എന്ന് പറയുന്നത്, ശ്യാം ബാബ കാട്ടുശ്യാം എന്ന് പറയുന്നിടത്ത് ഒത്തിരി പേര്, അതായത് ഒരു ക്യാൻസറായവരുടെ ക്യാൻസർ മാറി, നടക്കാൻ വയ്യാത്തവർ നടക്കാൻ തുടങ്ങി, പിന്നെ അപകടങ്ങളിൽ നിന്ന് എണ്ണിക്കാൻ വയ്യാത്തവർ, അങ്ങനെ ഒരുപാട് മോക്ഷങ്ങൾ കിട്ടുന്നു. അങ്ങനെ അവിടെ ഇന്ന് അമ്പലത്തിൽ രാജസ്ഥാനിൽ ഒരുപാട് പേര് പോകാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ കഥ. കാട്ടുശ്യാം എന്ന് പറഞ്ഞാൽ ബർബറിക്, വീരനായ ബർബറിക് അഥവാ യുദ്ധത്തിലുണ്ടായിരുന്ന കൗരവരുടെ കൂടെ ഉണ്ടായിരുന്ന കൗരവരെ ജയിക്കത്തുള്ളായിരുന്നു. അത് കൃഷ്ണൻ അറിയാവുന്നത് കൊണ്ടാണ് കൃഷ്ണൻ തല ചോദിച്ച് മേടിച്ചത്. മഹാനായ അദ്ദേഹം അത് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അത് യുദ്ധം കാണുകയും ചെയ്തു. ഇതാണ് ബർബറിക്കിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദൈവത്തിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി എൻ്റെ വീഡിയോ കാണണം, അത് സ്കിപ്പ് ചെയ്യാതെ ഓടിച്ച് കളയാതെ മുഴുവനും കാണണം. എല്ലാവർക്കും പുണ്യം കിട്ടട്ടെ. അങ്ങനെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ വീഴും, മൊബൈൽ വീഴും. താങ്ക് യു.